ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ അടുത്തു, ഓണക്കാലമൊക്കെ അടുത്തു. എല്ലാവരും പറയും ഓണമൊന്നുമില്ല, ചൂരൽമലയിൽ അല്ലെങ്കിൽ വയനാട്ടിൽ അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഓണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാ വീടുകളിലും കൊച്ചുകുട്ടികൾക്കും അതുപോലെ എല്ലാവരും അത്യാവശ്യം ഓണക്കൊടിയൊക്കെ എടുത്ത് ചെറിയൊരു പർച്ചേസിങ്ങും അതുപോലെ ചെറുതായിട്ടൊരു വിഭവങ്ങളൊക്കെ റെഡിയാക്കും അല്ലേ? അങ്ങനെ തന്നെ വേണം. കാരണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ അടുത്ത കൊല്ലം ഓണത്തിന് ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ആഘോഷങ്ങളൊന്നും മറ്റുള്ളവരുടെ പേരിൽ അവയൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ദുരന്തങ്ങൾ സംഭവിച്ചാലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും നമ്മുടെ അടുത്തുള്ളവർക്ക് സംഭവിച്ചാലും നമുക്ക് സങ്കടം തന്നെയാണ്. പക്ഷെ നമ്മളിതെല്ലാം മറക്കാനായിട്ട് ദൈവം നമുക്കൊരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്. അപ്പം ആ മറവി നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ വളർത്തിയവരും നമ്മളെ നോക്കിയവരുമായിട്ടുള്ള ആളുകളെല്ലാം നമ്മളെ വിട്ട് അകന്നു പോകുമ്പോഴെല്ലാം നമ്മൾ അന്നത്തെ ദിവസം എല്ലാം പറയും, ദൈവമേ നമുക്കിനി ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടല്ലോ, നമുക്ക് ജീവിതത്തിൽ ഈ യാത്രയിൽ എങ്ങനെ നമ്മൾ ഇനി കരകയറും? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ നമ്മുടെ ഭർത്താവ് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കും. പക്ഷേ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, കൂടെ മരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ല, നമ്മുടെ മക്കളെ വളർത്തണം, അവരെ വലുതാക്കണം, അവരെ കല്യാണം കഴിപ്പിക്കണം, അവർക്ക് കൊച്ചുമക്കളുണ്ടാവണം. ഇതെല്ലാം നമ്മുടെ മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളാണ്. ഒരാഗ്രഹം തീരുമ്പോൾ അടുത്ത ആഗ്രഹം വരും, അടുത്ത ആഗ്രഹം തീരുമ്പോൾ അടുത്ത ആഗ്രഹം വരും. ഇത് മനുഷ്യനിങ്ങനെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല. ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ മനുഷ്യൻ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത്. അതുപോലെ തന്നെ ആഗ്രഹത്തോടൊപ്പം തന്നെ നമ്മൾ ആഘോഷങ്ങളും അത്യാവശ്യം കുറച്ചൊക്കെ, ഇപ്പോൾ ഒരുപാടൊന്നും നമുക്കാവാൻ പറ്റില്ലെങ്കിലും കൂടെ കുറച്ചൊക്കെ നമ്മൾ ആഘോഷിക്കണം. കാരണം ഇന്നും നാളെയും ഒന്നും ഇന്ന് നേരം വെളുത്താൽ നമ്മൾ ഉണർന്ന് എണീക്കണമെന്ന് പോലും നിർബന്ധമില്ലാത്ത ഈ ലോകത്ത് ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഈ ഇതോടുകൂടി ആളുകളെല്ലാം, നമ്മളറിയുന്ന മിക്ക ആളുകളും നമ്മളിൽ നിന്ന് അകന്നു പോയി, നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ മരിച്ചുപോയി എന്ന് പോലും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എന്തിനാണ് ആഘോഷങ്ങളെല്ലാം വേണ്ട എന്ന് വയ്ക്കുന്നത്? ആഘോഷങ്ങൾ വേണം. നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണല്ലേ ഓണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തെ ഓണമൊന്നും ഇപ്പോൾ ഇല്ല. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ഓണമായിരുന്നു ശരിക്കും ഓണം. അച്ഛനും അമ്മയും കുറേ മക്കളും ഉള്ള ആ ഓണം. എല്ലാ മക്കളും വീട്ടിൽ വരും, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, എല്ലാവരും കൂടി ഓണസദ്യ ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ തറവാട്ടിലെ കാരണവരായ അച്ഛനാണ് അടുക്കളയിൽ ദേഹണ്ണ എല്ലാം ചെയ്യുന്നത്. ദേഹണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളവർക്ക് അറിയുമോ എന്നറിയില്ല, എങ്കിലും ദേഹണ്ണ എന്ന് ഉദ്ദേശിച്ചത് പായസം ഉണ്ടാക്കാനും തേങ്ങ ചിരണ്ടാനും പാല് പിഴിയാനും ഒന്നും അമ്മയ്ക്കാവില്ല. അപ്പോൾ അച്ഛനാണ് എല്ലാം സഹായിക്കുന്നത്. അവസാനം അച്ഛൻ പാല് പിഴിഞ്ഞ് പായസം അടുപ്പത്തായാൽ പിന്നെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് പായസം കൂടിയാണ് അച്ഛൻ്റെ പ്രധാന ജോലി. അത് ചോറിന് മുമ്പ് തന്നെ എടി പായസം കുറച്ചെടുക്കുക എന്ന് പറഞ്ഞ് ആ പായസം കുടിക്കും. അപ്പോൾ അന്നത്തെ ആ ഓണസദ്യ ഉണ്ടാക്കൽ, അത് വലിയ ഉരുളിയിൽ നിറച്ചുണ്ടാക്കിയിട്ട് നമ്മൾ അയൽവക്കത്തെ വീടുകളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അതൊക്കെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു. എല്ലാവരും കൂടി ഊണ് കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ ഓണാഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് അതെല്ലാം വെറും ഓർമ്മകളാണ്. നമ്മുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നമുക്കാരും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. ഓണം വന്നാലും എല്ലാം നമ്മൾ തനിയെ ഉണ്ടാക്കണം, കഴിക്കണം. നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് അവരുടെ വീടുകളിൽ പോയി അവരോടൊപ്പം ഇരുന്ന് ഊണ് കഴിച്ച് അന്ന് അവിടെ കൂടി പോരുന്ന ആ ഒരു സുഖവും സന്തോഷവും പിന്നെ കിട്ടത്തില്ല. ഇപ്പോൾ കൂടപ്പിറപ്പുകൾക്കൊന്നും പരസ്പര സ്നേഹമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ അങ്ങനെ ജീവിക്കുകയാണ്. സത്യത്തിൽ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഒന്നും ജീവിതം വളരെ വിരക്തിയായേനെ. കാരണം നമുക്ക് പണ്ടത്തെ ആളുകളെ പോലെ ഇപ്പോൾ പരസ്പരം വീടുകളിൽ പോവുകയോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കുമെല്ലാം അപ്പോൾ പോയി തിരിച്ചു വരുന്ന ഈ അവസ്ഥയാണ് ഇപ്പോൾ. അവരിങ്ങോട്ടും വരുന്നില്ല, നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല, അതാണ് അവസ്ഥ. എന്തായാലും ഓണം വരട്ടെ. ഓണത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാവർക്കും നല്ലതാവട്ടെ. നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു കാലഘട്ടമാണല്ലോ. ആ ഓർമ്മകളിലേക്ക് ഓണത്തെ വരവേൽക്കാം നമുക്ക്. അതാണല്ലോ പണ്ടത്തെ ഒരു പാട്ടുണ്ട്,
ഓണത്തപ്പ കുടവയറ ഇന്നും നാളെ തിരുവോണം തിരുവോണക്കറിയെന്തെല്ലാം ചേനത്തണ്ടും ചെറുപയറും. അതൊക്കെയായിരുന്നു അന്നത്തെ കറികൾ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ഹാപ്പി ഓണാശംസകൾ.